വെൽക്കം ഓൾ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്നും ഇൻ്റർനെറ്റിനകത്തുള്ള വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്തൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. The Internet is an interconnected system of computer networks that serves the users all over the world. അപ്പോൾ നമ്മുടെ ലോകത്തുള്ള കുറേ അധികം നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന കുറേ അധികം നെറ്റ്വർക്കുകൾ ചേരുന്നതാണ്. The Internet started as a small network through a project by the United States Department of Defense by the name ARPANET. അപ്പോൾ ഇത് ആദ്യമായി തുടങ്ങിയത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആർപ്പാനെറ്റ് എന്നുള്ള ഒരു പേരിലാണ്. ആദ്യമായി ഇത് തുടങ്ങുന്നത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ചെറിയ നെറ്റ്വർക്കായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്, അതായിരുന്നു ആർപ്പാനെറ്റ്. അപ്പോൾ 1970കളിൽ ദിസ് മിലിറ്ററി നെറ്റ്വർക്ക് വാസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കമ്പനീസ് ദാറ്റ് വർക്ക്ഡ് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്. അപ്പോൾ അന്നത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെയും കമ്പനികളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ നെറ്റ്വർക്ക് വർക്ക് ചെയ്തിരുന്നത്. In 1984, the military network split from ARPANET to form MILNET to be used by the American military only. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ആർപ്പാനെറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് മിൽനെറ്റ് എന്ന് പറയുന്ന വേറൊരു നെറ്റ്വർക്കാക്കി. അത് മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കായിരുന്നു. ആർപ്പാനെറ്റ് വിച്ച് യൂസ്ഡ് TCP/IP പ്രോട്ടോകോൾ ഫോർ കമ്മ്യൂണിക്കേഷൻ വാസ് thereafter used for scientific research and information sharing. ഇപ്പോൾ ഈ ആർപ്പാനെറ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ചുകൾക്ക് വേണ്ടി വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. TCP/IP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം വേറെ കുറേ നെറ്റ്വർക്കുകളും കൂടി പിന്നീട് ഈ ആർപ്പാനെറ്റിൻ്റെ കൂടെ ചേർന്നു. അപ്പം ഈ ആർപ്പാനെറ്റിനെയാണ് നമ്മുടെ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആർപ്പാനെറ്റ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് അതിൽ നിന്ന് മിൽനെറ്റ് മാറിപ്പോയി. ആർപ്പാനെറ്റ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. വീണ്ടും കുറേ അധികം ചെറിയ നെറ്റ്വർക്കുകളും കൂടി ആർപ്പാനെറ്റിൻ്റെ കൂടെ ചേർന്നു. 1989 ടിം ബെർണേഴ്സ് ലീ എന്ന് പറയുന്ന ഒരു റിസർച്ചർ WWW എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതായത് അട്രാക്റ്റീവായിട്ടുള്ള പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ടും ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെയുള്ള നമ്മളിന്ന് കാണുന്ന വെബ്സൈറ്റ് പോലുള്ള പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഈ ആർപ്പാനെറ്റ് മാറിയത്. അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. An intranet is considered as a private computer network similar to internet that uses TCP/IP protocol to share information, software or services within an organization. അപ്പോൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പോലെ തന്നെയുള്ള ഒരു നെറ്റ്വർക്കാണ്. പക്ഷേ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക്ലി ഓൺഡ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് നമുക്ക് പറയാം. അത് പബ്ലിക്കാണ്, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പബ്ലിക്ലി ഓൺഡ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഏതെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിമിലർ ടു ഇൻ്റർനെറ്റ് ദാറ്റ് യൂസസ് TCP/IP പ്രോട്ടോകോൾ. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് അവരുടെ ഇൻഫർമേഷൻസോ സോഫ്റ്റ്വെയർ സർവീസസോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൈവറ്റ്ലി ഓൺഡ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എന്താണ് എക്സ്ട്രാനെറ്റ് എന്നുള്ളത് നോക്കാം. When an intranet is made accessible to some computers that are not part of a company's private network is called extranet. എന്ന് പറഞ്ഞാൽ ഇൻട്രാനെറ്റ് തന്നെയാണ്, പക്ഷേ ഒരു ഓർഗനൈസേഷനകത്തല്ല. ഇപ്പോൾ അതുമായിട്ട് അക്സസിബിൾ ആയിട്ടുള്ള
വേറെ ചില പുറത്തുള്ള നെറ്റ്വർക്കുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. പുറത്തുള്ള ചില ഓർഗനൈസേഷനുകൾ കൂടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ഇത് ഇൻ്റർനെറ്റിനും ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും നമ്മൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഇൻ്റർനെറ്റ് നമുക്കറിയാം, പബ്ലിക്കലി നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഇപ്പം ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ആവശ്യം, ആ കമ്പനിയുടെ ഒരു വലിയ ഒരു ഫേം, ആ ഫേമിനകത്ത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക്, അത് അവരുടെ ഓണർഷിപ്പിലുള്ള ഇതുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളെ ഇൻട്രാനെറ്റ് എന്ന് പറയാം. എന്നാൽ ഇൻട്രാനെറ്റ് തന്നെയാണ് പുറത്തുള്ള ചില ആൾക്കാർ കൂടി പെർമിഷൻ കൊടുക്കും. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഫ്രാഞ്ചൈസീസ് ഒക്കെ എടുക്കുന്ന ചില വേറെ പുറത്തുള്ള ആൾക്കാർക്കും ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രാനെറ്റ് എന്നാണ്. അപ്പോൾ ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻ്റർനെറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. കണക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ ടു ദ ഇൻ്റർനെറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്? അതിൽ ആദ്യത്തേത് എ കമ്പ്യൂട്ടർ വിത്ത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഫെസിലിറ്റി ആൻഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് TCP/IP പ്രോട്ടോക്കോൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഒന്നുകിൽ വയേർഡ് ആയിട്ടുള്ളതോ വയർലെസ് ആയിട്ടുള്ളതോ ആയ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം, എങ്കിലല്ലേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണക്ടിവിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വയേർഡ് ആയിട്ടുള്ളതോ വയർലെസ് ആയിട്ടുള്ളതോ ആയ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം. ഇനി അത് TCP/IP പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ TCP/IP പ്രോട്ടോക്കോൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒന്നുകിൽ ഒരു മോഡം വേണം, അല്ലെങ്കിൽ അതേപോലുള്ള ഒരു കൺവേർട്ടിംഗ് ഡിവൈസ് വേണം. ടെലിഫോൺ കണക്ഷൻ അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ വഴിയാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കണക്ഷൻ. ആൻ ഇൻ്റർനെറ്റ് അക്കൗണ്ടിങ് ഗിവൺ ബൈ ആൻ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതിനെയാണ് നമ്മൾ ISP എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള കമ്പനികളുണ്ട്. ആ കമ്പനികളെയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ഏഷ്യാനെറ്റ്, BSNL, ജിയോ അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ, അവരെയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അവിടെ അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുകളിൽ നമുക്കൊരു അക്കൗണ്ട് വേണം. അതായത് നമുക്കത് ആക്സസിബിൾ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവണം. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രൗസർ സോഫ്റ്റ്വെയറുകൾ ഏതെങ്കിലുമൊക്കെ വേണം. അതേപോലെ ഇമെയിലുകളോ ചാറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനുകൾ വേണം. ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനെ ബ്രൗസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ ഇപ്പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻ്റർനെറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. Data transfer rate is the average number of bits transferred between devices in unit time. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് is the average number of bits transferred between devices. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, അതാണ് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, അതാണ് ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 kbps ആണ് നമ്മുടെ സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ഒരു സെക്കൻഡിൽ 1000 ബിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ്. ഒരു സെക്കൻഡിൽ 1000 ബിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയും. 1 Mbps എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 1000 kbps ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 ബിറ്റാണ് 1 കിലോബൈറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ 1 Mbps എന്ന് പറഞ്ഞാൽ 1000 kbps ആണ് 1 Mbps. അങ്ങനെ 1000 Mbps ചേരുമ്പോൾ 1 Gbps ആവും. അപ്പോൾ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത്രത്തോളം ഡേറ്റ ഒരു സെക്കൻഡിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുമ്പോൾ പെർഫോമൻസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കാം.
അതായത് കമ്പ്യൂട്ടറിലോട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റികൾ ഏതൊക്കെയാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല തരത്തിലുള്ള കണക്ടിവിറ്റികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അവയെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ സ്പീഡ് ഓഫ് ദ കണക്ഷൻ ആൻഡ് ടെക്നോളജി യൂസ്ഡ്. ആ കണക്ട് ചെയ്യുന്ന കണക്ഷൻ്റെ സ്പീഡ് എത്രയാണ്, അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള കണക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്നാണ്. അതിപ്പോൾ എന്തിനെയൊക്കെ ബേസ് ചെയ്ത, ഒന്ന് സ്പീഡ് ഓഫ് ദ കണക്ഷൻ ആൻഡ് ടെക്നോളജി യൂസ്ഡ് ഇൻ ദാറ്റ് കണക്ഷൻ. അതിൽ ആദ്യത്തെ ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. A dial-up connection uses the conventional telephone line and a dial-up modem to dial and connect it to the server at the internet service provider. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ടെലിഫോൺ ലൈനുകളും ആ ടെലിഫോൺ ലൈനിൻ്റെ കൂടെ ഒരു ഡയലപ്പ് മോഡവും കാണും. അപ്പോൾ നമ്മൾ ഈ ടെലിഫോൺ ലൈൻ വഴി നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് ഡയൽ ചെയ്ത് അവരുടെ സെർവറുമായി നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. As the connection is made by dialing, it takes time to connect it to the server at the ISP. അപ്പോൾ ഇത് ഡയൽ ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. This connection commonly uses 56 kbps modem and can transmit up to a maximum speed of 56 kbps. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 56 kbps മാത്രമാണ്. This slow connection is comparatively less costly when compared to other types of connection. അപ്പോൾ ഈ കണക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇൻ്റർനെറ്റ് ടൈപ്പ് കണക്ഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്, അത്രയധികം കോസ്റ്റ്ലി ഒന്നുമല്ല, പക്ഷേ സ്പീഡ് വളരെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡയലപ്പ് കണക്ഷൻ റിക്വയർസ് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ടെലിഫോൺ ലൈൻ. അതായത് നമ്മുടെ ടെലിഫോൺ ലൈനിനെ ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും കോൾ ചെയ്യാനോ കോൾ റിസീവ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ആ ടെലിഫോൺ ലൈൻ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഡ് കുറഞ്ഞ കോസ്റ്റ് കുറവായിട്ടുള്ള ടൈപ്പ് കണക്ഷൻസ് ആണ് ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ ടേം ബ്രോഡ്ബാൻഡ് റെഫേഴ്സ് ടു എ ബ്രോഡ് റേഞ്ച് ഓഫ് ടെക്നോളജീസ് ദാറ്റ് ഹെൽപ്സ് ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് അറ്റ് എ ഹയർ ഡേറ്റ സ്പീഡ്. അപ്പോൾ നമുക്കൊരു വളരെ വലിയ ഒരു ഡേറ്റ സ്പീഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണക്ഷനാണ് എന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ കണക്ഷനുകൾ എപ്പോഴും ഓൺ തന്നെ ആയിരിക്കും. അതായത് ഇത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി, നമ്മൾ പ്രത്യേകിച്ച് ഡയൽ ചെയ്യേണ്ടതോ കണക്ട് ചെയ്യേണ്ടതോ ആവശ്യമായിട്ടുള്ള ഇതില്ല. അതായത് ആൾവേസ് ഓൺ കണക്ഷൻസ് ആയിരിക്കും. ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് യൂസസ് എ ബ്രോഡ്ബാൻഡ് മോഡം ആൻഡ് അലോസ് അസ് ടു യൂസ് ദ ടെലിഫോൺ ലൈൻ ഈവൻ വൈൽ യൂസിങ് ദ ഇൻ്റർനെറ്റ്. ഇതും ടെലിഫോൺ ലൈൻ വഴി തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന ഡയലപ്പ് മോഡത്തിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു ബ്രോഡ്ബാൻഡ് മോഡം ഉപയോഗിക്കും. അങ്ങനെ ബ്രോഡ്ബാൻഡ് മോഡം ഉപയോഗിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്പീഡ് കൂടിയ കണക്ഷൻ ആയിരിക്കും, എപ്പോഴും ഓൺ തന്നെ ആയിരിക്കും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതേ സമയം തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ടെലിഫോൺ ലൈൻ വേറെ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡയലപ്പ് കണക്ഷൻസും വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡയലപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ കണക്ഷനാണ്, 56 kbps വരെയൊക്കെ സ്പീഡ് കാണത്തുള്ളൂ അതിന്. പക്ഷേ വയേർഡ് ബ്രോഡ്ബാൻഡ് ആകുമ്പോൾ ഹൈ സ്പീഡ് കണക്ഷനാണ്. സ്പീഡ് യൂഷ്വലി ഹയർ ദാൻ 256 kbps, 256 kbpsനേക്കാളും മുകളിലായിരിക്കും സ്പീഡെന്ന് പറയുന്നത്. ഇനി ഡയലപ്പ് കണക്ഷൻ ആണെങ്കിൽ ISPയിലോട്ട് ഡയൽ ചെയ്ത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഡയലപ്പ് കണക്ഷൻ. പക്ഷേ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണെങ്കിൽ ആൾവേസ് ഓൺ ആയിരിക്കും. അപ്പം ഡയലപ്പ് കണക്ഷൻ ആണെങ്കിൽ ടെലിഫോൺ ലൈനുകളെ എക്സ്ക്ലൂസീവ്ലി അതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ
മറ്റേതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. സൈമൾട്ടേനിയസ് യൂസ് ഓഫ് വോയിസ് ആൻഡ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ടെലിഫോൺ ലൈനുകൾ വോയിസ് പർപ്പസുകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഡയലപ്പ് കണക്ഷനുകളിൽ ഡയലപ്പ് മോഡം ഉപയോഗിക്കുമ്പോൾ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനുകളിൽ ബ്രോഡ്ബാൻഡ് മോഡമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN എന്ന് പറയുന്നത്. ISDN is a broadband service capable of transporting voice and digital data. അതൊരു ബ്രോഡ്ബാൻഡ് സർവീസ് തന്നെയാണ്. മോസ്റ്റ് ISDS ലൈൻ ഓഫേഴ്സ് ബൈ ടെലിഫോൺ കമ്പനീസ് ഗീവ്സ് യൂസേഴ്സ് 2 ലൈൻസ്. ഇപ്പം 2 ലൈനുകൾ തരും. ദ യൂസർ ക്യാൻ യൂസ് 1 ലൈൻ ഫോർ വോയിസ് ആൻഡ് ദ അതർ ഫോർ ഡേറ്റ. അപ്പം 2 ടെലിഫോൺ ലൈനുകൾ നമുക്ക് ഈ കമ്പനി തരും. ഒരെണ്ണം നമുക്ക് വോയിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അതേസമയം മറ്റത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ 2 ലൈനുകളും ഡേറ്റയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ISDN ലൈൻസ് ആർ കേപ്പബിൾ ഓഫ് ഓഫറിംഗ് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് അപ് ടു 2 Mbps. അപ്പോൾ ഈ ISDN ലൈനുകളാണെങ്കിൽ 2 Mbps വരെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന കണക്ടിവിറ്റിയാണ്. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് കേബിൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. Cable Internet Access providers Internet access using coaxial cable laid for television signal transmission to our homes. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് TV സർവീസിന് വേണ്ടി തന്നിരിക്കുന്ന കൊയാക്ഷ്യൽ കേബിളുകൾ വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കേബിൾ ഇൻ്റർനെറ്റ്. The service providers uses a cable modem at our home to connect our computer to cable network. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡത്തിന് ഉണ്ട്, ആ മോഡത്തിനെ വിളിക്കുന്നത് കേബിൾ മോഡം എന്നാണ്. കേബിൾ TV systems are designed to carry large bandwidth and therefore cable internet can provide speeds between 1 Mbps to 10 Mbps. അപ്പോൾ ഈ കേബിൾ TV സിസ്റ്റം എന്ന് പറയുന്നത് വലിയ ബാൻഡ് വിഡ്ത്തിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ ഇൻ്റർനെറ്റുകൾക്ക് 1 Mbps മുതൽ 10 Mbps വരെയൊക്കെ സ്പീഡ് കാണും. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്ന DSL. DSL is another broadband service that provides connection to the internet through standard telephone line. സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈനുകൾ വഴി തന്നെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് DSL എന്ന് പറയുന്നത്. DSL allows the user to use copper telephone lines for both internet communication and for making voice calls simultaneously. ഒരേ സമയം തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, കോളും ചെയ്യാം. It is composed of several subcategories. The most common being asymmetric digital subscriber line. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരെണ്ണം അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്ന ADSL ആണ്. ADSL is a communication technology that allows faster flow of information over a telephone line. അതായത് ടെലിഫോൺ ലൈനുകൾ വഴി വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ഒരു ടെക്നോളജിയാണ് ADSL എന്ന് പറയുന്ന അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. The downstream speed of ADSL services typically ranges from 256 kbps to 24 Mbps. 256 kbps മുതൽ 24 Mbps വരെയൊക്കെ സ്പീഡ് കാണും. This connection requires an ADSL modem at our home. ADSL is the most popular broadband service available in India. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ADSL ടൈപ്പ് കണക്ടിവിറ്റിയാണ്. ADSL ടൈപ്പ് കണക്ടിവിറ്റിയാണ് നമ്മൾ സാധാരണഗതിയിലുള്ള BSNL ഇൻ്റർനെറ്റൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന മോഡത്തിന് ADSL മോഡം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കണക്ടിവിറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത്. ലീസ്ഡ് ലൈൻസ് ആർ dedicated lines used to provide internet facility to ISPs, business and other large enterprises. അപ്പോൾ ഈ വലിയ തോതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കസ്റ്റമറിന് ആണ് എങ്കിൽ ചില ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനുകൾ വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ലീസ്ഡ് ലൈൻ. ആൻ ഇൻ്റർനെറ്റ് ലീസ്ഡ് ലൈൻ ഈസ് എ പ്രീമിയം ഇൻ്റർനെറ്റ് കണക്ഷൻ ദാറ്റ് പ്രൊവൈഡ് സ്പീഡ് ഇൻ ദ റേഞ്ച് 2 Mbps to 100 Mbps.
2 Mbps മുതൽ 100 Mbps വരെയൊക്കെ സ്പീഡ് കിട്ടും. അതായത് അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ വഴിയാണ് ഇൻ്റർനെറ്റ് തരുന്നത്. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. This is why leased lines are used only for connecting large campus organization like educational institutions to internet. അതായത് ഇപ്പം അത്രയും പർപ്പസുകളുള്ള വലിയ വലിയ ഫോമുകൾക്കൊക്കെ മാത്രമേ ഈ ലീസ്ഡ് ലൈനിലുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കാരണം വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയാണ്. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഫൈബർ ടു ഹോം എന്ന് പറയുന്ന കണക്ടിവിറ്റി, FTTH, ഫൈബർ ടു ദ ഹോം. ഫൈബർ ടു ദ ഹോം യൂസസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. അപ്പം നമ്മൾ ഈ ബ്രോഡ്ബാൻഡുകൾ കൊയാക്ഷ്യലും സാധാരണഗതിയിലുള്ള ടെലിഫോൺ ലൈനുകൾ വഴിയൊക്കെയാണ് തന്നിരുന്നത്. ഇത് പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ FTTH ടെക്നോളജി ഹാസ് ബീൻ അക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ടു ഇംപ്ലിമെൻറ്റ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ടു ദ ഹോം. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ആയതുകൊണ്ട് തന്നെ ഇതിന് സ്പീഡ് വളരെ കൂടുതലായിരിക്കും, ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, എറർ റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഹൈ സ്പീഡിലുള്ള കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഈ FTTHന് കഴിയും. എ നെറ്റ്വർക്ക് ടെർമിനേഷൻ യൂണിറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ അവർ ഹോം വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ FTTH മോഡം. അപ്പം ഒരു നെറ്റ്വർക്ക് ടെർമിനേഷൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ വഴി വരുന്നത് ലൈറ്റ് സിഗ്നൽസ് ആണ്. അതിനെ മാറ്റി നമ്മളെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റണം, എങ്കിലല്ലേ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അതിനൊരു നെറ്റ്വർക്ക് ടെർമിനേഷൻ യൂണിറ്റും ഒരു FTTH മോഡവും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് FTTH കണക്ഷൻ വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ.